നമസ്കാരം മാഷേ. ഇരിക്കൂ. അയ്യോ, ഇരിക്കാനൊന്നും സമയമില്ല. മാഷൊന്ന് വേഗം റെഡിയായിട്ട്. ശ്യാംപ്രകാശ് മാഷയുടെ വരവും പ്രതീക്ഷിച്ച് ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇരിക്കുക. എന്താ മാഷേ, പ്രശ്നങ്ങളെല്ലാം തീർന്നു. മോഹനും ഗീതയും തമ്മിലുള്ള വിവാഹം നടത്താമെന്ന് അളിയെ സമ്മതിച്ചു. വെറുതെ എന്തിനാ മാഷേ കേസും വഴക്കും വയ്യാവലും ഒക്കെ? മാഷൊന്ന് വന്നാട്ടെ. ഞാനൊന്ന് ഡ്രസ് ഇതൊക്കെ മതിയെന്തേ? ഞാൻ ഗീതയോടൊന്ന് പറഞ്ഞിട്ട് അച്ഛാ. അച്ഛൻ ആ കൈമളുടെ വീട് വരെ ഒന്ന് പോയിട്ട് വരാം മോളെ. ശ്യാം അവിടെ വെയിറ്റ് ചെയ്യാ. ഇറങ്ങാം. പോയിട്ട് വരട്ടെ മോളെ. പ്രകാശ് ഉടനെ എത്തും. ഇപ്പൊ ഫോൺ വന്നിരുന്നു. ഇവിടെ വെയിറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്? എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ. പ്രകാശ് വരട്ടെ മാഷേ, നമുക്ക് കാര്യങ്ങൾ സംസാരിക്കാം. പ്രകാശും ഞങ്ങളും എങ്ങനെ കഴിഞ്ഞിരുന്നവരാണെന്ന് മാഷക്ക് അറിയാമല്ലോ. ആ ബന്ധത്തിന് കോട്ടം തട്ടുന്ന ഒന്നും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. മാഷേ, നടക്കാൻ പാടില്ലാത്താണ് നടന്നത്. ഗീതയെ പോലെ ഇത്രയും നല്ല സ്വഭാവമുള്ള ഒരു കുട്ടിക്ക് ഇങ്ങനൊരു അനുഭവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ മോഹൻ ഗീതയെ തന്നെ വിവാഹം കഴിക്കട്ടെ എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ചെയ്ത തെറ്റിന് പ്രായശ്ചിത്തം ചെയ്യുകയല്ലേ മര്യാദ. എത്രയും നല്ലൊരു മുഹൂർത്തം നോക്കി നമുക്കതങ്ങ് നടത്താം. എന്താ അളിയാ? ഇനിയുള്ളതെല്ലാം മാഷ് തന്നെയല്ലേ നടത്തേണ്ടത്. എന്താ ഇനിയും പ്രകാശനെ കാണാത്തത്? മാസ്റ്റർക്ക് ധൃതിയുടെ പൊക്കോളൂ. ഞാൻ പ്രകാശിനെ വീട്ടിൽ ചെന്ന് കണ്ടോളാം. അങ്ങനെ ആയിക്കോട്ടെ. ആ വാസവ, മാസ്റ്ററെ വീട് വരുന്നു ഡ്രോപ്പ് ചെയ്തേ. അയ്യോ വേണ്ട, ഞാൻ നടന്നു പോയിക്കോളാം. അപ്പോ അങ്ങനെ ആട്ടെ. അറിയാ, ഉദ്ദേശം 1 മണിക്കൂർ ആയല്ലോ. ഇത്ര സമയം പോലെ അവർക്ക്? ധാരാളം. ഞാൻ കൈമളിനെ വിളിച്ചെന്നോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ വിവാഹത്തിന്റെ കാര്യങ്ങളൊക്കെ ശ്യാമുമായി സംസാരിച്ചെന്ന് പറഞ്ഞതോ? ഇതിലെന്തോ ചതിയുണ്ടല്ലോ മാഷേ. വന്നാട്ടെ. മാറി നിൽക്കാൻ എല്ലാവരും ഒഴിയും വേണ്ടേ? ഇവിടെ എന്തെന്നാ കൂട്ടം? ബോഡി എവിടെ ഹാങ് ചെയ്തിരുന്നു? അവിടെ സർ.
ഭദ്രൻ സർ, ഡെഡ് ബോഡിയിൽ നിന്ന് കണ്ടെടുത്ത കത്താണ്. കൈമളിനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ ശ്യാംപ്രകാശ് എന്നെ ഒരു കരുവാക്കിയതാണ്. ശ്യാംപ്രകാശ് പറഞ്ഞതനുസരിച്ചാണ് മോഹൻ എന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു നാടകം കളിക്കാൻ ഞാൻ നിർബന്ധിതയായത്. മോഹൻ തികച്ചും നിരപരാധിയാണ്. അയാളെ ഇത്തരത്തിൽ ക്രോശിക്കുന്നതിൽ മനം കൊണ്ടാണ് ഇങ്ങനെയൊരു കൃത്യം ഞാൻ ചെയ്യുന്നത്. എന്റെ മരണത്തിന് ഉത്തരവാദി ഞാൻ മാത്രമായിരിക്കും എന്ന് ഗീത. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചോളൂ. ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും സ്റ്റേറ്റ്മെന്റ്സ് വാങ്ങണം. ശരി സാർ. സംഭവം നടക്കുമ്പോൾ മോഹൻ ബോംബെയിലായിരുന്നു എന്ന് വാദിക്കാൻ പോകണമെന്നാണ് വക്കീൽ പറഞ്ഞത്. അതിനുള്ള തെളിവുകൾ ഒപ്പിച്ചോളാമെന്ന് അയാൾ ഏറ്റിട്ടുണ്ട്. സമ്മതിച്ചു. പക്ഷേ നമ്മൾ ഈ വാദിക്കാൻ പോകുന്ന പോയിന്റുകളെല്ലാം ഫോർസീ ചെയ്യാൻ കഴിവുള്ളവനാ പ്രകാശ്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം അല്ലേ? മിസ്റ്റർ പ്രകാശ്, കാണിച്ച സന്മനസ്സിന് നന്ദി പറയാനാ വന്നത്. പ്രകാശ്, സത്യമായിട്ടും ഞങ്ങൾ എല്ലാം മറന്ന് ഒരു ഒത്തുതീർപ്പിന് തയ്യാറായിരുന്നതാ. ഇങ്ങനെയെല്ലാം വരും. മിണ്ടിപ്പോകരുത്. ഇതാണോ നിങ്ങൾ പറഞ്ഞ ഷോക്കുകൾ? കണക്കുകൾ തീർക്കാൻ എനിക്കും അവകാശമുണ്ട്. മറക്കണ്ട, പേടിക്കണ്ട. വയലൻസ് അല്ല ഞാൻ പഠിച്ചിട്ടുള്ളത്. അത്ര പെട്ടെന്ന് നിങ്ങളൊന്നും മരിക്കാനും പാടില്ല. നിയമമാണ് എന്റെ ആയുധം. ഇത്രയും നാൾ നിങ്ങളെ രക്ഷിച്ചുകൊണ്ടിരുന്ന അതേ നിയമം കൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ ശിക്ഷിപ്പിക്കും. നമ്മുടെ ബാറ്റിൽ ഇപ്പോഴാണ് തുടങ്ങാൻ പോകുന്നത്. ഈ നിയമയുദ്ധത്തിൽ പരമാവധി ശിക്ഷ നിങ്ങൾക്ക് ഞാൻ വാങ്ങിത്തരും. അതുവരെ എനിക്ക് വിശ്രമമില്ല. ഇതെന്റെ പ്രതിജ്ഞയാണ്. ഇറ്റ്സ് മൈ പ്ലെഡ്ജ്. പിന്നെ ബോംബെയിൽ നിന്നും ഡൽഹിയിൽ നിന്നും അഡ്വക്കേറ്റ്സിനെ വരുത്തി എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ട. നിയമത്തിന്റെ കളി വളരെയധികം കളിച്ചിട്ടുള്ളവനാണ് ഞാൻ. ഐ നോ ഹൗ ടു ഫൈറ്റ് ആൻഡ് വിൻ ദിസ് കേസ്. ദിസ് ഈസ് മൈ ചാൻസ്. ഒരു തരത്തിൽ പറഞ്ഞാൽ എന്റേതും ഒരു പനിഷ്മെന്റ് ട്രാൻസ്ഫർ ആണ് മിസ്റ്റർ പ്രകാശ്. പക്ഷേ ഇത്തരം ട്രാൻസ്ഫറുകളൊന്നും എന്നെയും രാജശേഖരനെയും പോലുള്ള ഒരു മുറയിൽ തകർക്കുകയില്ല. മിസ്റ്റർ പ്രകാശ്, കൈമലിന്റെ ആൾക്കാർ ഇവിടെ എന്താണ് ചെയ്യുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. അങ്ങേരുടെ ഓപ്പറേഷൻസിന്റെ ഫുൾ ഡീറ്റെയിൽസ് ഉള്ള റിപ്പോർട്ട് എന്നെ ഏൽപ്പിച്ചിട്ടാണ് രാജശേഖരൻ പോയത്. രാജശേഖരൻ തുടങ്ങി വെച്ചത് പൂർത്തീകരിക്കുകയാണ് എന്റെ ലക്ഷ്യം. ഗീതയുടെ മരണം ഒരു മർഡർ ആണെന്നും കൈമളിന്റെ ആൾക്കാരാണത് ചെയ്തിട്ടുള്ളത് എന്നതിലും എനിക്ക് യാതൊരു സംശയവുമില്ല. ബട്ട് പ്രകാശ്, കുറച്ചുകൂടി തെളിവുകൾ കിട്ടിയെങ്കിൽ മാത്രമേ നമുക്ക് സ്ട്രോങ് ആയി മൂവ് ചെയ്യാൻ പറ്റൂ. തെളിവുകൾ എത്ര വേണമെങ്കിലും ഞാൻ തരാം സാർ. മർഡർ നടന്ന സ്പോട്ടിൽ നിന്ന് കിട്ടിയ ലോക്കറ്റ് മോഹന്റേതാണെന്ന് ഞാൻ നിഷ്പ്രയാസം തെളിയിച്ചു തരാം. ഗീത എഴുതി എന്ന് പറയപ്പെടുന്ന എഴുത്ത് വ്യാജമാണ് സാർ. കൈയക്ഷരം ഇത്രയും മനോഹരമായി ഫോർജ് ചെയ്യാൻ കഴിവുള്ള ഒരാളെ ഈ നാട്ടിലുള്ളൂ, അനന്തകൃഷ്ണൻ. 2 ദിവസത്തിനകം അയാളെ സാറിന്റെ മുമ്പിൽ ഹാജരാക്കാൻ എനിക്ക് കഴിയും. വെരി ഗുഡ്. അതൊരു നല്ല ഐഡിയ ആണ്. Then proceed that way, മിസ്റ്റർ പ്രകാശ്. ധൈര്യമായിരിക്കൂ. I will be with you. താങ്ക് യു സാർ.